ഇന്ന് ഓഫീസിൽ നിന്ന് വന്നപ്പം കാണുന്ന കാഴ്ച ഇതാണ്. All my life plans. Happiness is this. എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ ഗിഫ്റ്റ് എനിക്ക് തന്നെ കൊടുക്കാറുണ്ട്. ഈ പ്രാവശ്യം എനിക്ക് വയ്യാതിരുന്നുകൊണ്ട് അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇയറിൻ്റെയൊക്കെ ആകുമ്പോൾ നമുക്ക് ബോണസൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതിനകത്തും എന്തെങ്കിലുമൊക്കെ ഞാൻ ചെറുതായിട്ട് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം രണ്ടും കൂടി ഞാൻ വാങ്ങിയത് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. എനിക്ക് മരങ്ങളോടാണ് കൂടുതലിഷ്ടം. അപ്പം എനിക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്ന ഒരു പ്ലമ്മാണ് കേട്ടോ. ഇതൊരു മിറബെല്ല ഡി നാൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാറ്റിയോ പ്ലമ്മാണ്. അപ്പം നമുക്ക് പോട്ടിൽ വളർത്താവുന്ന ഒരു ഡ്വാഫിംഗ് ടൈപ്പ് പ്ലമ്മാണത്. അതാണ് എനിക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത്. ഡ്വാഫിംഗ് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി സ്പേസ് ഒന്നും എടുക്കില്ല. പിന്നെ ഇത് പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. പിന്നെ വന്നിരിക്കുന്ന ഒരു ജാസ്മിനാണ്. ഇതൊരു ചൈനീസ് ജാസ്മിനാണ്. നമ്മുടെ നാട്ടിലെ പിച്ചിയില്ലേ എന്ന് പറഞ്ഞ പോലത്തെ പൂവാണ് ഇതിന് ഭയങ്കര സെൻറ്റഡ് ആയിട്ടുള്ള പൂവാണ്. നല്ല മണമാണ്. കഴിഞ്ഞ വർഷം ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വിൻ്ററിൽ ഇതിന് കുറച്ച് പ്രൊട്ടക്ഷൻ വേണ്ടതാണ്. അപ്പോൾ ഞാൻ നിലത്ത് നട്ടുകൊണ്ട് അത് ചത്തു പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ വീണ്ടും അത് വാങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ തന്നെ ഇതെല്ലാം പൊക്കുന്ന വേണ്ടിയിട്ട് ഡൈസിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഡൈസാണ് ഇപ്പോൾ എനിക്ക് ചെടികളെല്ലാം എടുത്ത് തരുന്നത്. അപ്പോൾ ഇതൊരു പീച്ചും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു പ്ലമ്മുമാണ്. ഇത് മാജറി സീഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലമ്മാണ്. പിന്നെ ഇതുണ്ടോ, ഈ ചെടി നമ്മുടെ മാഗ്നോളിയാണ്. ടൂലിപ്പ് മാഗ്നോളിയ, ബ്ലാക്ക് മാഗ്നോളിയ എന്നൊക്കെ പറഞ്ഞിട്ട്. സാധാരണ മാഗ്നോളിയ ഒരു വെളുത്ത് അതിലൊരു പിങ്ക് കളറുള്ള പൂവാണ്. ഇപ്പം നല്ല മെറൂൺ കളറിലുള്ള പൂക്കൾ, ട്യൂലിപ്സ് പോലത്തെ പൂക്കൾ ഉണ്ടാകുന്ന പറഞ്ഞാണുള്ളത്. ഇതൊരു റോസാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീപ്പിംഗ് റോസാണെന്ന് പറഞ്ഞാണ് അവർ വിൽക്കുന്നത്. ഇങ്ങനെ വീപ്പിയോ എന്നറിയില്ല. ഇതുണ്ടോ, ഇതുപോലെ വരുമെന്നാണ് പറയുന്നത്. ഇത് വീപ്പ് ചെയ്ത്. അപ്പോൾ ഇതൊരു ബെയർ റൂട്ട് പ്ലാന്റ് ആയിരുന്നു. അപ്പം ഞാനതിനെ പതിയെ നട്ടു. പിന്നെ നമുക്ക് ഒരു നെക്ടറിനുണ്ട്. വേറെ രണ്ട് എന്താ പറയുക, വിക്ടോറിയ പ്ലം, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പ്ലമ്മാണ്. പിന്നെ എനിക്കുള്ളത് ഒരു ഏപ്രിക്കോട്ടും അതുപോലെ തന്നെ സ്റ്റാൻലി പ്ലം എന്ന് പറഞ്ഞിട്ടൊരു പ്ലമ്മും കൂടിയാണുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ ബെയർ റൂട്ട് പ്ലാന്റ്സ് ആയിരുന്നു. ഇത് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ബെയർ റൂട്ട് പ്ലാന്റ്സ് വാങ്ങിക്കാനായിട്ട് ഓട്ടമാണ്. ആ സമയത്താകുമ്പോൾ കുറച്ച് തണുപ്പായതുകൊണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ വെട്ടം കയറാത്തൊരു സ്ഥലത്ത് വെക്കുകയാണ്. നമുക്ക് ഒരാഴ്ചയോളമൊക്കെ ഇതിനെ വെച്ചിട്ട് പയ്യെ നട്ടാൽ മതി. പക്ഷേ ഇത് ഇപ്പം ഒരു സമ്മർ തുടങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇതിനെല്ലാം പോട്ടിലേക്ക് നട്ടിട്ടുണ്ട്.